ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ബൾട്ടി റിവ്യൂലോട്ടാണ്. ഇന്നലെ സെക്കൻഡ് ഷോയ്ക്കാണ് പടം കണ്ടത്. വന്നിട്ട് ലേറ്റായി, റിവ്യൂ ഇടാൻ സാധിച്ചില്ല. അപ്പോൾ എൻ്റെ റിവ്യൂലോട്ട് പോകുകയാണെങ്കിൽ ഈ ഒരു പടം എന്ന് പറഞ്ഞാൽ ബൈ ലാംഗ്വേജ് മൂവിയാണ്, തമിഴ് മലയാളം. ഡയറക്ടർ ഉണ്ണി ശിവലിംഗം. നിങ്ങൾ ഇത് എവിടെ ആയിരുന്നു? ഇപ്പോൾ ഈ ഒരു പടം എന്ന് പറഞ്ഞാൽ മലയാളത്തിലൊക്കെ നേരത്തെ ഇറങ്ങേണ്ട ഒരു പടമായിരുന്നു. ഇപ്പോൾ ഈ 2025 ഈ പടം, ഇതുപോലത്തെ ഒരു പടം മലയാളത്തിൽ വന്നിട്ടുണ്ട്. ഇടിപ്പടം വന്നിട്ടുണ്ട്, പക്ഷേ ഈ ഒരു ടൈപ്പിൽ എന്ന് വെച്ചാൽ ഈ ഒരു, അതായത് ഞാൻ വഴിയെ പറയാം, ഈ ഒരു ടൈപ്പ് പടം ആദ്യമായിട്ടാണ് മലയാളത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മ്യൂസിക് അറിയാലോ, സായി അഭ്യങ്കർ, പറയേണ്ട ആവശ്യമില്ലല്ലോ. പുള്ളിക്കാരൻ്റെ കയ്യിൽ സേഫാണ് ആ പരിപാടി മൊത്തം. എല്ലാ പരിപാടിയും, സോങ് ആയാലും എല്ലാ പരിപാടിയും സേഫാണ് പുള്ളിക്കാരൻ്റെ കയ്യിൽ. പിന്നെ അതിനകത്ത് എടുത്തു പറയേണ്ടതാണ് ഇതിനകത്ത് ആക്ഷൻ കൊറിയോഗ്രാഫർ സന്തോഷും വിക്കിയും, കിടിലൻ സ്റ്റണ്ട് കൊറിയോഗ്രാഫർ. ഇതിനു മുമ്പ് പീറ്റർ ഹെയ്നും മറ്റേ അൻബർഗും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇവരുടെയൊക്കെ പടത്തിലൊക്കെ എനിക്ക് സെയിം പരിപാടികൾ, അതായത് സെയിം സ്റ്റെപ്പുകൾ തന്നെ ആയിരിക്കും നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതിനകത്ത് അവരുടെ സ്റ്റെപ്പൊന്നുമല്ല, വേറെ ഒരു രീതിയിൽ ഇതൊരു കബഡി, ഒരു സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റോറിയാണ്. പക്ഷേ അതിനകത്തുള്ള കബഡിയായിട്ട് ബന്ധപ്പെട്ട കുറേ ആക്ഷൻ സീക്വൻസ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതെല്ലാം കിടിലൻ. ഇതിനകത്തുള്ള കുറേ ഫൈറ്റ് സീനുണ്ട്, എല്ലാം കിടിലൻ ഫൈറ്റ്. ആക്ഷനും മ്യൂസിക്കും ബി ജി എമ്മും കൂടെ ചേർന്ന് നമുക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. ആ ഒരു പടം നമുക്ക് നല്ല രീതിയിൽ തിയേറ്ററിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ എടുത്തു പറയേണ്ട ആക്ഷനും മ്യൂസിക്കും. ഇനി അടുത്തത് എടുത്തു പറയേണ്ട അതിൻ്റെ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സ്റ്റണ്ടിൻ്റെയൊക്കെ ഓരോരോ എഡിറ്റിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കിടിലിനാക്കിയിട്ടുണ്ട്. നമുക്കത് എന്നിട്ട് സ്പീഡ്, നമുക്ക് ഒരിടത്ത് പോലും നമുക്കത് വെട്ടായിട്ട് തോന്നത്തില്ല. അതേപോലത്തെ രീതിയിലാണ് ഇതിനകത്ത് എഡിറ്റിംഗ് ചെയ്തേക്കുന്നത്. ശിവകുമാർ ബി പണിക്കറാണ് ഇതിൻ്റെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്തേക്കുന്നത്. പിന്നെ അടുത്ത എടുത്തു പറയേണ്ടതാണ് ഇതിൻ്റെ DOP, സിനിമാറ്റോഗ്രാഫി ചെയ്തേക്കുന്നത് അലക്സ് വി പള്ളിക്കലാണ് ഇതിൻ്റെ DOP. പടത്തിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ഒരു റിവഞ്ച് സ്റ്റോറി കൂടെയാണ് പടം പോകുന്നത്. അപ്പോൾ ആ റിവഞ്ചും എല്ലാം കിടനാക്കിയിട്ട് പിന്നെ പടത്തിലോട്ട് കയറുന്നൊരു പരിപാടിയുണ്ട്. അതിൽ ഒരു ചെറിയ രീതിയിലായി പടം തുടങ്ങുന്നത്. അത് തുടങ്ങുമ്പം നമുക്കെന്തോ തമിഴ് സിനിമ, ഒരു പണ്ട് കണ്ട തമിഴ് സിനിമ റീമേക്ക് ചെയ്തേക്കുന്നതിൻ്റെ കൂട്ടാണ് നമുക്ക് തുടക്കമൊക്കെ തോന്നിയിട്ടുള്ളത്. പക്ഷേ ആ പടം തുടങ്ങി ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേനും നമ്മൾ ഓരോരുത്തരെ പരിചയപ്പെടുത്തുന്ന ആ പരിപാടിയൊക്കെ പണ്ട് തൊട്ടേ കാണുന്നില്ല. അപ്പോൾ ആ പരിപാടിയൊക്കെ എനിക്ക് ചെറുതായിട്ട് ഒരു ക്ലിഷ പോലൊക്കെ തോന്നി. അത് കഴിഞ്ഞിട്ട് പിന്നെ പടത്തിലോട്ട് ഒരു ഗ്രിപ്പാകുന്ന ഒരു സീനുണ്ട്. എന്ന് വെച്ചാൽ നമുക്കൊരു കബഡി സീൻ കാണിക്കുന്നുണ്ട്. ആ ഒരു കബഡി സീൻ തൊട്ട് പടം ഗ്രിപ്പാകുന്നുണ്ട്. ആ കബഡി കളിക്കുന്നതിന് തൊട്ട് അവിടെ തൊട്ട് പടം വേറെ ലെവലിൽ പോയി. അതിനകത്ത് ഷൈനികം ഉണ്ട്, ശാന്തനു ഭാഗ്യരാജ്, അതല്ല ഏഞ്ചൽ ജോണിനകത്ത്. പിന്നെ ബാക്കി 2 പേര്, അവരുടെ പേര് എനിക്ക് അത്ര അറിയത്തില്ല. ഇവർ 4 പേരുമാണ് ഒരു ഫ്രണ്ടായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ ഷൈനികം എന്ന് പറഞ്ഞാൽ, ഷൈനികത്തിൻ്റെ ഒരു ഓറം എന്ന് പറഞ്ഞാൽ അത് പുള്ളിക്കാരൻ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. നല്ല നാച്ചുറൽ ആക്ടിങ് എന്ന് പറഞ്ഞാൽ പുള്ളി ഇതിനകത്ത് ഡാൻസും പുള്ളി ചെയ്യുന്നുണ്ട്. ആക്ഷൻ 360 അടിക്കുന്ന സീനൊക്കെ ഉണ്ട്. 360 എനിക്ക് തോന്നുന്നു റോപ്പില്ലാതെ അക്ഷയ് കുമാർ അടിക്കുന്നുണ്ട്. 360 അടിക്കും. അതിനുശേഷം ഞാനിപ്പം 360 റോപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. പക്ഷേ അത് കിടിലനായിട്ട് ഷൈനകം അത് കാണിച്ചിട്ടുണ്ട്. ആക്ഷനൊക്കെ കിടിലനാക്കിയിട്ടുണ്ട്. എല്ലാ ആക്ഷനും കിടിലൻ. പുള്ളിക്കാരൻ നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കബഡി ബേസിലുള്ള. പിന്നെ അതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ അൽഫോൺസ് പുത്രൻ, മലയാളത്തിൻ്റെ ഡയറക്ടർ ഒരു റോള് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ ആദ്യം വിചാരിച്ച കോമഡി പീസ് പോലെ ഒക്കെയാണ് കാണിച്ചു വരുന്നത്. പക്ഷേ അത് പുള്ളിക്കാരൻ അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആ ഇൻ്റർവെൽ ആവുന്ന സമയത്തൊക്കെ പുള്ളിക്കാരൻ നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു വില്ലനാണ് സെൽവരാഘവൻ്റെ മുഖമൊക്കെ എന്തോ ഒരു വല്ലാതെ ആയിപ്പോയി, നീരൊക്കെ അടിച്ച് ഇരിക്കുന്നത്, എന്തോ രോഗമാണെന്ന് തോന്നുന്നു. പക്ഷേ പുള്ളിക്കാരൻ നല്ല രീതിയിൽ വെറുപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് സിനിമ നിങ്ങൾ കണ്ടു നോക്ക്. വെറുപ്പിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ, ഒരു വില്ലൻ എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ വെറുപ്പിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത ഒരു കോമഡിയായിട്ട് എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല. പൂർണിമ ഇന്ദ്രജിത്തിൻ്റെ സിഗരറ്റ് വലിക്കാനാണ് തോന്നുന്നു പുള്ളിക്കാരിയെ കൊണ്ടുവന്നേക്കുന്നത്. പക്ഷേ സിഗരറ്റ് നല്ലോണം വലിക്കുന്നുണ്ട്. പുള്ളിക്കാരി വലിക്കുന്ന ബ്ലാക്കാണെന്ന് തോന്നുന്നു. നല്ലോണം പെർഫെക്റ്റ് ആയിട്ട് സിഗരറ്റ് വലിക്കുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ റോളിന് ഒരു ഗുമ്മില്ല. എന്തൊക്കെ ഒരു പരസ്യത്തിനകത്ത് വന്നു പോകുന്നതിൻ്റെ കൂട്ടൊരു റോള്, ഒരു വല്ലാത്ത ഒരു റോള്. അങ്ങനെ എല്ലാവരെയും പരിചയപ്പെടുത്തി പടം ഒരു ഏകദേശം നല്ല രീതിയിൽ വന്ന് ഇൻ്റർവെല്ലിൽ വരെ പടം, എന്നിട്ട് ഇൻ്റർവെല്ലിൽ ഒരു ഫൈറ്റ് ഉണ്ട്. ഇൻ്റർവെല്ലിന് മുമ്പ് കൂടുതലും ഫൈറ്റ് ഉണ്ട്. ഇൻ്റർവെല്ലാകുമ്പോൾ ഒരു ഫൈറ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇൻ്റർവെല്ലൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് നമ്മൾ ഒരു രക്ഷയില്ല അങ്ങനെയുള്ളൊരു രീതിയിലാണ് ഇൻ്റർവെല്ല് വരെ എനിക്ക് തോന്നിയത്. അത് കഴിഞ്ഞിട്ട് ഇൻ്റർവെല്ലൊക്കെ കഴിഞ്ഞ് ബ്രേക്കൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ പടത്തിൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ താഴോട്ടാണ്. എനിക്ക് പിന്നെ അങ്ങോട്ട് മറ്റേ ഇതിനകത്ത് ഷൈനികത്തിൻ്റെ ഒരു ലവ് ട്രാക്കൊക്കെ കാണിക്കുന്നുണ്ട്. ആ ലവ് ട്രാക്കൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ആക്ട്രസ്സായിട്ട് വന്നിരിക്കുന്നത് പ്രീതി
അസർനി ആണ് ഇതിൻ്റെ അകത്ത് ആക്ട്രസ്സായിട്ട് വന്നിരിക്കുന്നത്. ഷൈനികുമായിട്ടുള്ള പെയറിംഗ് ഒക്കെ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അവർ തമ്മിലുള്ള ലവ് ട്രാക്ക് കാണിക്കുന്നുണ്ട്. എല്ലാവരുടെയും കയ്യിൽ ഈ ലവ് ട്രാക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് കൂടുതലും കുളമായി പോകത്തേ ഉള്ളൂ. പക്ഷേ ഈ ഷൈനികും അത് എല്ലാ പടം ഞാൻ പുള്ളിക്കാരൻ്റെ എല്ലാ പടവും ശ്രദ്ധിച്ചിട്ടുണ്ട്. അതൊരു മീറ്ററിൽ പിടിച്ച് പുള്ളിക്കാരൻ ഓവറും ആവത്തില്ല, കറക്റ്റ് ഒരു നല്ലൊരു പെയറിംഗ് ആയിട്ട് അവർ ഷൈനികും അത് കൈകാര്യം ചെയ്യും. ഇതിനകത്തും പുള്ളിക്കാരൻ നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. ഒരു നല്ല ലവ് ട്രാക്കായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രീതി അസർനി അവരും ഈ റോള് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ നമുക്ക് അവർ തമ്മിലൊരു കെമിസ്ട്രി ഉണ്ടെന്ന് തോന്നിപ്പോകും. അതേപോലെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പം പടത്തിൻ്റെ ഗ്രാഫ് എനിക്ക് തോന്നിയത് താഴോട്ടാണ്. വെച്ചാൽ നമ്മൾ ഈ പടത്തിന് എഴുത്ത് സ്ക്രിപ്റ്റ് റൈറ്റിങ് അവിടെ മൊത്തം പാളിപ്പോയതിൻ്റെ കൂട്ടാണ് തോന്നിയത്. എന്നുവെച്ചാൽ എനിക്ക് ആ ക്ലൈമാക്സ് വരെയും പിന്നെ എനിക്ക് ആ ഒരു താന്നു പോയത്, പിന്നെ പൊങ്ങിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ മറ്റേ ക്ലൈമാക്സ് ഭാഗങ്ങളിലൊക്കെ എത്തുമ്പോഴാണ് അതിനൊരു അനക്കം വന്നിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാം നമ്മൾ പ്രതീക്ഷ ആ ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ പകുതി തൊട്ട് കിട്ടിയ ഒരു ഇമ്പോർട്ടൻറ്റ് പിന്നെ കിട്ടിയിട്ടില്ല. ആക്ഷനൊക്കെ ഉണ്ട് എങ്കിലും അവിടെ ഒരു വലിച്ചിൽ ഫീൽ ചെയ്ത്. അൽഫോൺസ് പുത്രൻ ഫസ്റ്റ് ഹാഫിലേ ഉള്ളൂ. സെക്കൻഡ് ഹാഫിൽ പുള്ളിക്കാരനെ പൊടി പോലും കാണാനില്ല. പിന്നെ പൂർണിമ ഇന്ദ്രജിത്ത് അവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും നമുക്കൊരു ആർട്ടിഫിഷ്യലായിട്ടാണ് എനിക്ക് അവരുടെ ആക്ടിങ്ങും പിന്നെ നടക്കുന്നതെല്ലാം ഒരുമാതിരി വല്ലാത്ത രീതിയിലാണ് തോന്നിയത്. മെയിൻ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സെൽവരാഘവൻ്റെ ക്യാരക്ടർ അത്രയും വെറുപ്പിക്കുന്ന ഒരു ക്യാരക്ടർ, അത്രയും ആൾക്കാരെ വെറുപ്പിക്കുന്ന ഒരു ക്യാരക്ടർ. അയാളെ എന്തോലും വില്ലന്മാരെ എന്തോലും കൊല്ലണമല്ലോ, അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ കൊല്ലുന്നത് ആ ഒരു സ്ക്രിപ്റ്റിന് അനുയോജ്യമായിട്ട് എനിക്ക് തോന്നിയില്ല. അത് വേറെ രീതിയിൽ കൊണ്ടുവരായിരുന്നു. ആ ഒരു സെൽവരാഘവനോടുള്ള റിവെഞ്ച് വേറെ രീതിയിൽ കൊണ്ടുവരായിരുന്നു. കാരണം അയാൾ അത്രയും വെറുപ്പിച്ച ഒരാളെ പെട്ടെന്ന് എന്നിട്ട് ഇത് ആർക്കും ഒരു നമുക്ക് ഒരു നല്ലൊരു തൃപ്തി വരാത്ത രീതിയിലാണ് പുള്ളിക്കാരനെ അവസാനത്തെ ക്ലൈമാക്സിൽ കാണിച്ചു വെച്ചേക്കുന്നത്. എനിക്ക് അതൊരു നെഗറ്റീവായിട്ട് തോന്നി. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സിലോട്ട് എടുക്കുമ്പോൾ ഇത് ക്ലൈമാക്സ് എന്ന് പറയുമ്പോൾ ഇതിന് രണ്ടാമത്തെ പാർട്ട് വേണമെങ്കിൽ ഇറക്കാമെന്നുള്ള രീതിയിലാണ് ഇത് നിർത്തിയേക്കുന്നത്. അല്ലാതെ ഈ പടം ടോട്ടലി നോക്കുവാണെങ്കിൽ ആക്ഷനും മ്യൂസിക്കിനും വെച്ച് നല്ലോണം എൻജോയ് ചെയ്യാനുള്ളതുണ്ട്. സ്ക്രിപ്റ്റ് എടുത്ത് മാറ്റി കളഞ്ഞിട്ട് നോക്കിയാൽ നമുക്ക് തൃപ്തി കിട്ടും. പക്ഷേ എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയാം, ഫസ്റ്റ് ഹാഫിന് കിട്ടിയ ഒരു ഇമ്പോർട്ടൻറ്റ് സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ അതിൻ്റെ ഗ്രാഫ് താഴോട്ട് തന്നെ അത് എനിക്ക് തോന്നിയതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.